ആഗ്രഹിച്ചു പോണ ഒരു യാത്രയുടെ കഥയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ഒരു വലിയ ട്രിപ്പോ കാര്യമൊന്നുമല്ല, ഒരു ചെറിയ സ്ഥലം എന്നാൽ വലിയ കാര്യം. പോണതും കാര്യങ്ങളൊക്കെ ഞാനൊരു 2 പാർട്ടായിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒറ്റ പാർട്ടിൽ ഒതുക്കണമെങ്കിൽ ലോങ് വീഡിയോ വേണ്ടി വരും. ലോങ് വീഡിയോ ഇട്ട് ആരും കാണില്ല. സോ നമുക്ക് ഷോർട്സ് 2 പാർട്ടായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ പോണ വഴി ഞങ്ങൾ മേമേനെയും പിള്ളേരെയൊക്കെ പിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പോണത് എങ്ങോട്ടാണ് എന്തിനാണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ ഷെയർ ചെയ്യാം. അപ്പോൾ വൈറ്റിൽ ഹബ്ബി ചെന്നിട്ട് ബസ് പിടിച്ചിട്ട് അവിടെ നിന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്താനാണ് ഞങ്ങളുടെ പ്ലാൻ. ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് പിടിക്കാനാണെങ്കിൽ ഇറ്റ് വിൽ ബി സൂപ്പർ ഡിഫിക്കൽട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഹബ്ബിൽ തന്നെ വന്നത്. അപ്പോൾ ദേ ബസ് ഒരു 10-15 മിനിറ്റ് നിന്നപ്പോൾ തന്നെ ബസ് വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ വിൻഡോ സീറ്റിൽ കയറിയിരുന്നു. പിന്നെ ഞാൻ ഹെഡ്സെറ്റൊക്കെ വെച്ചു. ഞാൻ ഓൾറെഡി ഈ ഒരു യാത്രയ്ക്ക് പ്രീ പ്ലാൻഡ് ആയിരുന്നുകൊണ്ട് തന്നെ ഹെഡ്സെറ്റൊക്കെ കൈ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാട്ടൊക്കെ കേട്ട് സാവധാനം നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് പോയത്. അപ്പം ഞങ്ങൾ ദേ ഫൈനലി ഡെസ്റ്റിനേഷനിൽ ലാൻഡ് ചെയ്തു. ഇത് പുറമേ നിന്ന് കണ്ടിട്ട് മനസ്സിലായവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മളൊരു ഫേവറേറ്റ് യൂട്യൂബറും കൂടി ഉണ്ട്, അതും അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. സോ ഞങ്ങൾ വന്നത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലോട്ടാണ് വന്നത്. റുട്ടീൻ ചെക്കപ്പിനായിട്ടാണ്. എനിക്ക് മാത്രമല്ല, ഇപ്രാവശ്യം നമ്മൾ സ്റ്റാനിമോളെയും കൂടി കാണിക്കുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ, അതായത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കാരണം വീട്ടിൽ നിന്ന് ആരും തന്നെ മര്യാദക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റേതായിട്ടുള്ള നല്ല വിശപ്പായ യാത്രയിലുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ ബൈ, സീ യു.